എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെ ഷോളിൻ്റെ അറ്റത്ത് ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ ഡിസൈനാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇതേപോലെയുള്ള മുത്തുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് 1.0 mm ഹുക്ക്. ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടണം. നൂലിങ്ങനെ റൗണ്ടിൽ ചുറ്റി ഹുക്ക് ഇങ്ങനെ കടത്തി ഇട്ട് വലിച്ചെടുക്കുക. കെട്ടായി. ഇനി ഈ നൂല് തുണിമ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഹുക്ക് ഇങ്ങനെ കടത്തി നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. 2 ലൂപ്സ് കിട്ടും. ഹുക്ക് ചെരിച്ച് ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കടത്താം. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ആയി. ഈ 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. ഇതിങ്ങനെ വെച്ച് നോക്കുക. വരണ അവിടെയെല്ലാം കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇനി ഫസ്റ്റ് ചെയിൻ ചെയ്തില്ലേ, അവിടേക്ക് ഹുക്ക് കടത്തി ഡബിൾ ക്രോഷേ ചെയ്യണ പോലെ ചെയ്യാം. ഇങ്ങനെ ഹുക്ക് നൂലടക്കം ഇങ്ങനെ എടുത്ത് ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അങ്ങനെ 3 റൗണ്ട് ചെയ്യാം. ഇനി ഈ ഹുക്ക് നൂലടക്കം എല്ലാ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും കടത്താം. ഇനി 1 ചെയിൻ ചെയ്യാം. ഇനി മുത്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയിൻ നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ മുത്ത് ഇവിടെ വയ്ക്കുക. ഹുക്ക് ഇങ്ങനെ ചെരിച്ച് ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. കണ്ടോ? ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇവിടെ നമ്മൾ നേരത്തെ ഡബിൾ ക്രോഷേ ചെയ്ത പോലെ ചെയ്തില്ലേ, അവിടേക്ക് ഹുക്ക് കടത്തി ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ കണ്ടോ, അതിങ്ങനെ ഇരിക്കും. ഇനി ഈ ഡബിൾ ക്രോഷേ ചെയ്തില്ലേ, അവിടേക്ക് ഹുക്ക് കടത്തി ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വരണ വിധത്തിൽ. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇനി 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. 5 ചെയിൻ ചെയ്തില്ലേ, ഇവിടേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. ഞാൻ ഫസ്റ്റ് ചെയിൻ ചെയ്തില്ലേ, അവിടേക്ക് ഹുക്ക് കടത്തി ഡബിൾ ക്രോഷേ ചെയ്യണ പോലെ ചെയ്യാം. 1 2 3. ഇനി എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്താം. 1 ചെയിൻ ചെയ്യാം. ഈ മുത്ത് വെച്ചിട്ട് ചെയിൻ ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇനി ഈ ഇവിടേക്ക് ഹുക്ക് കടത്തി ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി ഇവിടേക്ക് ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യാം. ആ സിംഗിൾ ക്രോഷേ ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇത് ഇങ്ങനെ കിട്ടും ചെയ്ത് വരുമ്പോൾ. ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇനി വീണ്ടും 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. 1 2 3. ഹുക്കും കൂടെ കടത്തി ഈ ചെയിൻ ചെയ്തതിൻ്റെ അവിടെയായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യണ പോലെ ചെയ്യാം. 2 3. 1 ചെയിൻ ചെയ്യാം. ഈ മുത്ത് വെച്ചിട്ട് ചെയിൻ ചെയ്യാം. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇവിടേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ സിംഗിൾ ക്രോഷേ ചെയ്തതിൻ്റെ അവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ വീണ്ടും 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. പിന്നെ ഇവിടേക്ക് സിംഗിൾ ക്രോഷേ
ചെയ്ത് വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്